ചിത്രരചന പഠിച്ചിട്ടില്ലാത്ത ഒരു ചിത്രകാരി വരയ്ക്കുന്നത് മുഴുവൻ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ, ആ ശ്രീകൃഷ്ണനെ വിറ്റ് ജീവിക്കുന്ന ഒരു ചിത്രകാരി. മോദിക്ക് ഈ ശ്രീകൃഷ്ണന്റെ പടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് വൈറലായ, അതുവഴി ഫേമസ് ആയ ഒരാൾ. ഇടയ്ക്ക് സുരേഷ് ഗോപി ജയിച്ചപ്പോൾ, തൃശ്ശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ സുരേഷ് ഗോപി അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. അതായത് കൃഷ്ണനെ വിറ്റ് ജീവിക്കുന്ന ഒരു ചിത്രകാരി. പക്ഷേ അവർ പറയുന്നത് അവരുടെ മതം, അവരൊരു മുസ്ലിം സമുദായത്തിൽ ജനിച്ചത് കൊണ്ടാണ് അവർക്കെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അവർ ചെറുപ്പത്തിലേ വരച്ചു തുടങ്ങിയത് ശ്രീകൃഷ്ണനെയാണ്, അവർക്കിഷ്ടവും അതാണ്. പക്ഷേ അവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത് അവരുടെ മതം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകയായ ശ്രീല പിള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടിരുന്നു, കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ സത്യത്തിൽ ഈ സൈബർ ലോകത്ത് അവർ ആക്രമിക്കപ്പെടുകയാണോ, അത് ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും ആദ്യഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഒരു 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഏതാണ്ടൊക്കെ ഒരു ഫേമസ് ആയി വരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എന്റെ ഓഫീസിലേക്ക് സ്ഥിരം ഒരു സിനിമാ സംവിധായകൻ വരുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എന്നോട് വന്ന്, നിങ്ങളുടെ ഹിന്ദുക്കളും RSSകാരും BJPക്കാരും എല്ലാം പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഒരു കൃഷ്ണഭക്ത, അവരെ കുറിച്ചൊന്ന് അന്വേഷിക്കണം നിങ്ങൾ. അവര് നിരന്തരമായി കേസ് കൊടുക്കുകയും നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇനി നിന്റെ പാർട്ടിക്കാർക്ക് ഈ പണി കിട്ടും എന്ന് പറഞ്ഞ്, സാധാരണഗതി ഞങ്ങൾ തമ്മിൽ വരുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് വലിയ ഹീറ്റഡ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാകുന്നതാണ്. അതിനിടയിൽ അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു. പക്ഷെ അന്ന് ഞാനത് കാര്യമാക്കിയില്ല. ഞാനും എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചു ചിലപ്പോ അവരുടെ രാഷ്ട്രീയം കൊണ്ടോ അവരുടെ ജാതി കൊണ്ടോ ഒക്കെ പറഞ്ഞതാകാം, മതം കൊണ്ടോ ഒക്കെ പറഞ്ഞതാകാം എന്നാണ് എന്റെയും ഒരു ആദ്യഘട്ടത്തിൽ പോയ തോട്ട്. അതിനുശേഷം പലപ്പോഴും പല ഘട്ടങ്ങളിലും അവരെ കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ABC മലയാളത്തിലെ ധനുഷ് ആണെന്ന് തോന്നുന്നു, ധനുഷ് ഒരു വാർത്ത ചെയ്യുന്നു. ആ വാർത്ത ചെയ്യാനുണ്ടായ കാരണം RSS കാര്യാലയത്തിലേക്ക് എത്തുകയും സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തുകയും പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ആ സമയത്തായിരിക്കാം ആൾക്കാർ ഇവരെ തിരിച്ചറിയുന്നതും ഇതുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതും എന്നാണ് എന്റെ തോന്നൽ. അപ്പോൾ ആ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ഓരോരുത്തർ എത്തിച്ചു നൽകുകയും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി തന്നെ FIR കോപ്പി അടക്കം വെച്ചുകൊണ്ട് ധനുഷ് ഒരു വാർത്ത ചെയ്യുകയും ചെയ്തു. ആ വാർത്തയുടെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടായി. കോലാഹലം എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ സൈബർ ഇടങ്ങളിൽ അറ്റാക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടായി. ധന്യക്കറിയാമല്ലോ, ഞാൻ അത്യാവശ്യം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളും അതുപോലെ സ്ത്രീകളുടെ പക്ഷത്ത് മിക്കവാറും നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ ഞാനും വിചാരിച്ചു ഈ പെൺകുട്ടിയെ ഇനി എങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഒരു അന്വേഷണത്തിന് തയ്യാറായി. ആ അന്വേഷണ ഘട്ടത്തിലാണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, ഒരുപക്ഷെ ധനുഷിന് കിട്ടിയതിനും ഇരട്ടി അപകടകരമായ വിവരങ്ങൾ ഉണ്ട് എന്നെനിക്ക് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോടതിയിൽ നിന്ന് തന്നെ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി FIRന്റെ നമ്പർ കളക്ട് ചെയ്യുകയും കോടതിയിൽ നിന്ന് പല രേഖകളുടെയും സർട്ടിഫൈഡ് കോപ്പി പല കേസുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ സർട്ടിഫൈഡ് കോപ്പി കരസ്ഥമാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലും പൂർണ്ണ ബോധ്യത്തിലുമാണ് എന്റെ ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ഒരു ലൈവ് ചെയ്തിട്ടുള്ളത്. അതിലേറെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ഏതാണ്ട് 18 വർഷത്തോളം നീണ്ടു നിന്ന ഈ പെൺകുട്ടിയുടെ ക്രിമിനൽ ജീവിതത്തെ കുറിച്ചുള്ള ഒരു വലിയ കഥയാണ്. ആ 18 വർഷവും ആയി ബന്ധപ്പെട്ട കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് രേഖകളൊക്കെ ശേഖരിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ രേഖകളൊക്കെ ശേഖരിച്ച് വരുമ്പോഴാണ് വയനാട്ടിലെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കഴിയട്ടെ, പറയാൻ പറ്റിയ അവസരം അതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും അവർ ഗുരുവായൂരിൽ പ്രത്യക്ഷപ്പെടുകയും ഗുരുവായൂരിൽ വെച്ച് ഒരു 5-6 വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തത് കാണാനിടയായത്. മാത്രമല്ല ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മീഡിയ വണ്ണിന്റെ ഓൺലൈനിൽ ഞാൻ ഒരു ലേഖനം കണ്ടു. ആ ലേഖനത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ആഴ്ചയിലെ ഇസ്ലാമോഫോബിയയ്ക്ക് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്ന ചില മൃദുല ഭവാനി അടക്കമുള്ള എഴുത്തുകാരുടെ ഒരു ലേഖനം. ആ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇവരെ ആക്രമിക്കുന്നതും ഇസ്ലാമോഫോബിയാണ്, അതുപോലെ തന്നെ മറ്റ് നിള നമ്പ്യാർ എന്ന് പറയുന്ന യുവതിയെയും ആക്രമിക്കുന്നത് ഇസ്ലാമോഫോബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിള എന്ന ആസിയ എന്ന ആളാണ് നിള നമ്പ്യാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ അവർ ആക്രമിക്കുന്നത് ഇസ്ലാമോഫോബിയാണ്, സമൂഹം വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അതുമായി ബന്ധപ്പെട്ട് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് തുറന്നു പറയണം എന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോ ഈ തീരുമാനിക്കുമ്പോൾ അതായത് 2004 ഈ പെൺകുട്ടി ഒരു കേസ് കൊടുക്കുന്നു. 2004 ആദ്യം ഈ പെൺകുട്ടി കൊടുത്ത ഒരു കേസ് വീട്ടിൽ നിന്നും അച്ഛനുമായി പിണങ്ങി ഇറങ്ങി പോകുന്ന സമയത്ത് റോഡിൽ ഒരു വണ്ടി വരികയും
ആ വണ്ടിയിൽ രാത്രി 11 മണിയോടുകൂടി, രാത്രിയിലാണ് കുട്ടി ഇറങ്ങി പോകുന്നത്, രാത്രി 11 മണിയോടുകൂടി ഈ കുട്ടിയെ അയാൾ കൊണ്ടുപോവുകയും അയാൾ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുക, അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അയാളുടെ ഉമ്മയുള്ള വീട്ടിലടക്കം കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന ആദ്യത്തെ പരാതി. ആ പരാതി അവിടെ നിന്ന് നേരെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ആ കോടതിയിലെത്തി. 164 താമരശ്ശേരിയിലാണ് കേസ് ഉണ്ടായിരുന്നത്. അവിടെ കോടതിയിലെത്തി. ആ കോടതിയിൽ പറയുമ്പോൾ ഇത് നേരെ പീഡനത്തിലേക്ക്, അതായത് ബലാത്സംഗത്തിലേക്ക് മാറുകയാണ്. ഈ കുട്ടിയുടെ മൊഴി അനുസരിച്ച് ജഡ്ജി പറഞ്ഞതനുസരിച്ച് അതിന്റെയും സർട്ടിഫൈഡ് കോപ്പി, എല്ലാത്തിന്റെയും സർട്ടിഫൈഡ് കോപ്പി എന്റെ കയ്യിലുണ്ട്. ജഡ്ജി പറഞ്ഞതനുസരിച്ച് വീണ്ടും 376 ഇട്ടുകൊണ്ട് കേസ് എടുക്കണം. കാരണം ആ കുട്ടി പറഞ്ഞ മൊഴി അത്രയും ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് എടുക്കുകയും പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് വിചാരണ വേളയിൽ അച്ഛനും മകളും ഒരുമിച്ച് സാക്ഷി, ഈ രണ്ട് സാക്ഷി, അച്ഛനായിരുന്നു ഒരു സാക്ഷി, മകൾ വാദിയുമായിരുന്നു, ഇവർ രണ്ടുപേരും ഒരുമിച്ച് മൊഴി മാറ്റുകയും ചെയ്യുകയായിരുന്നു. അതിനിടയിൽ ഈ ആരോപണ വിധേയനായ ഒരു പ്രവാസിയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അങ്ങനെയാണ് കേസ് സെറ്റിൽ ചെയ്യാനും മൊഴി മാറ്റാനും ഉണ്ടായ സാഹചര്യം എന്നതിനെ സംബന്ധിച്ച് എനിക്കതിൽ കൃത്യമായ തെളിവില്ലാത്തത് കൊണ്ട് അത് പറയാൻ കഴിയില്ല. പക്ഷേ ആ സാഹചര്യത്തിലേക്ക് എത്തിത്തീർന്ന ഒരു അവിടെ നിന്നും അത് മാത്രമല്ല, അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായത്, ഇവരെ ഈ 164 സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ മെഡിക്കൽ പരിശോധനയിൽ അങ്ങനെ ഒരു ശ്രമമേ നടന്നതായി ഒരു ലക്ഷണങ്ങളുമില്ല എന്ന് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വരികയും ആ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് അടക്കം എന്റെ കയ്യിലുണ്ട്. അതിനൊക്കെ ഈ പറയുന്ന പോലെ സൈറ്റ് അടിച്ചു അല്ലെങ്കിൽ തോണ്ടി എന്ന് പറയുന്ന പരാതികൾ ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. ഞാൻ കുറെ പരാതികൾ നൽകിയിട്ടുണ്ട് എന്ന് അത് സമ്മതിക്കുന്നുണ്ട്. അതൊരു പക്ഷെ പറയുന്നത് ബലാത്സംഗ പരാതികളല്ല, മറ്റു പരാതികളാണ് എന്നാണ്. അതിൽ തോണ്ടി എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തു എന്ന് പറയുന്നത് അതിൽ പലപ്പോഴും സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറി, അങ്ങനെയുള്ള പരാതികളാണ്. കയറി പിടിച്ചു, അത്തരത്തിലുള്ള പരാതികൾ, നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പരാതി വരുന്നത് 2016-17 കാലഘട്ടങ്ങളിലാണ്. 16-17 കാലഘട്ടങ്ങളിൽ ഇവരുടെ ഒരു ബന്ധുവിനെതിരെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെയും ഒക്കെ ഇത്തരത്തിൽ പല പരാതികൾ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്ന പതിവ് ഈ സ്ത്രീക്കുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി പരാതികൾ. ആദ്യ കുട്ടി എന്ന് പറഞ്ഞത് അന്ന് 14 വയസ്സുണ്ടായിരുന്നു, ഇപ്പോൾ അവർ മുതിർന്ന സ്ത്രീയാണ്, അതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോ നിരവധി പരാതികൾ ഇതിനിടെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 2016 കാലഘട്ടത്തിൽ ഇവർ ഒരു കോഴിക്കോടുള്ള ഒരു ഇംഗ്ലീഷ് അക്കാദമിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ അക്കാദമിയിൽ അവിടെ 2 പേർ ചേർന്ന് നടത്തിയിരുന്ന ഒരു അക്കാദമിയിലേക്ക് അതിൽ ഒരു പാർട്ട്ണറുടെ കൂട്ടുകാരിയായാണ് ഇവർ രംഗപ്രവേശം ചെയ്തത്. അവിടെ വെച്ചാണ് ഇവർ ചിത്രകല അഭ്യസിക്കുന്നത്. ചിത്രകല അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൃഷ്ണനെ വരയ്ക്കാൻ ആരോ ഒരാൾ ഇവർക്ക് വന്ന് 2 കൃഷ്ണന്മാർ, അതായത് ഒരേ തരത്തിലുള്ള 2 കൃഷ്ണന്മാർ, അവർ തന്നെ പറയുന്നുണ്ട് 2 കൃഷ്ണന്മാർ, ലഡു കഴിക്കുന്ന കൃഷ്ണനെയും അതുപോലെ തന്നെ വെണ്ണ കഴിക്കുന്ന കൃഷ്ണനെയും, ഇങ്ങനെ 2 കൃഷ്ണന്മാരെ വരയ്ക്കാൻ ട്രെയിനിങ് കൊടുക്കുകയും അതിൽ ഒരെണ്ണം അവർ പിന്നീട് അത് വൃത്തിയാവുകയും അതങ്ങ് വരച്ച് ശീലിക്കുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതും ട്രേസ് ഇട്ട് വരയ്ക്കുന്നതാണ് തരത്തിലുള്ള വാർത്തകൾ. പല കലാകാരന്മാരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരിക്കലും പെട്ടെന്ന് വരയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. നമുക്ക് പറയാം, ഒരു വര പോലും വ്യത്യാസമില്ലാതെ, അണുവിട പോലും വ്യത്യാസം, നമ്മളൊരു ബുക്കിൽ ഏതെങ്കിലും ഒരു ലേഖനം എഴുതിയാൽ 10 വരി എഴുതിയാൽ ആ 10 വരിയും ഒരുപോലെ ഇരിക്കണമെന്നില്ല. നമ്മുടെ കൈയുടെ ഇതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരാം. അങ്ങനെ പോലും ഒരു വ്യത്യാസമില്ലാതെ ഇത്രയും കൃത്യമായി ഒരേ രീതിയിൽ വരയ്ക്കാൻ കഴിയുന്നതിനെയാണ് എല്ലാവരും വന്ന് ചോദ്യം ചെയ്തത്. അത് ചിത്രം വരച്ചോട്ടെ, അവരുടെ ബിസിനസ്സാണ്, അല്ലെങ്കിൽ അവർക്ക് അത് അറിയുന്ന കലയാണ്, അല്ലെങ്കിൽ അവരത് അഭ്യസിച്ച കലയാണ്, എന്തുമായിക്കോട്ടെ, അത് അവർ ചെയ്തോട്ടെ, അതിന് ഇവിടെ ആരും എതിർക്കുന്നില്ല. പക്ഷേ അവിടെ നിന്നും അവർ വന്ന ഒരു വലിയ ട്രാക്ക് ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. 2016 കഴിഞ്ഞ ശേഷം 17 വീണ്ടും ഇവർ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി നൽകുന്നു. അതും ബലാത്സംഗ പരാതി തന്നെയാണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വരുമ്പോൾ കോടതിയിൽ പോലും മൊഴി പറഞ്ഞത് വേറൊരു പരാതിയും നൽകിയിട്ടില്ല എന്നും, ഈ പരാതിയുടെ കോപ്പി ഈ അഭിഭാഷകൻ അടക്കമുള്ളവർ ഈ പരാതിയും ബാക്കി എല്ലാ രേഖകളുമായി കോടതിയിൽ എത്തുകയും അങ്ങനെ കോടതിയിൽ വെച്ച് ഇവരോട് എന്തുകൊണ്ടാണ് ഈ കേസ് വിട്ടുപോയതിൽ മൊഴി മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കള്ളു കുടിച്ചിട്ട് അന്ന് കൊടുത്ത കേസാണെന്ന് പറയുകയും ഈ വിചാരണ വേളയിൽ ജഡ്ജി തന്നെ ഇവരോട് അച്ഛൻ എത്ര കൊല്ലം ഹാങ് ഓവർ നിൽക്കും ഒരു മദ്യപിച്ചാൽ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, അവർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു, തന്നെ അതിക്രൂരമായി ചോദ്യങ്ങൾ ചോദിച്ചു എന്ന്. അത്തരത്തിലുള്ള കേസുകളിൽ ഉണ്ടാവുമ്പോൾ അത് വിശദമായി ചോദിച്ചറിയുന്ന കോടതി എല്ലാ കോടതികളിലും അങ്ങനെയാണ്. പ്രതിയുടെ അഭിഭാഷകന്മാരും മറ്റുള്ളവരുടെ അഭിഭാഷകന്മാരും ജഡ്ജിക്ക് ആവശ്യമുള്ളതും സംശയമുള്ളതും ഒക്കെ ചോദിക്കുക പതിവുണ്ട്. അതുകൊണ്ട് അവർ ഹൈക്കോടതിയിലേക്ക് പോയില്ല എന്ന ന്യായമാണ് അവർ പറയുന്നത്. തുടരെ അതായത് ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, ഈ പറയപ്പെടുന്ന പ്രതി എന്ന് ആരോപിക്കുന്ന ആൾ, അയാളിപ്പോ അക്യൂറ്റഡ് ആണ്. പക്ഷെ അന്ന് ആരോപിച്ചിരുന്ന ആൾക്ക് ആദ്യം തന്നെ ജില്ലാ കോടതിയിൽ നിന്ന്, സാധാരണഗതിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താൽ ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ കോടതിയിൽ നിന്ന് അയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്, ആദ്യഘട്ടത്തിൽ തന്നെ. അതിനുശേഷം ഈ ജാമ്യത്തിലിരിക്കുമ്പോൾ ഇവരുടെ മക്കളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു പരാതി നൽകുകയും ആ പരാതിയിൽ ഹൈക്കോടതി അയാളെ വീണ്ടും കുറ്റവിമുക്തനാക്കുകയും അയാളെ ആ പരാതിയിൽ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ കോടതിയിൽ തന്നെ ഇയാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
ഇതൊക്കെ ഇപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കുശുമ്പ് കൊണ്ടാണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? എന്തുകൊണ്ടാണ് ആ പ്രതിക്കെതിരെ ഏതൊക്കെയോ കേസുണ്ട്, ആ കേസിൽ എന്തുകൊണ്ടാണ് നമ്മൾ പ്രതിക്കെതിരെ വാർത്ത ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഈ പ്രതിയോ വാദിയോ ഇവരുടെ വ്യക്തിപരമായ വിഷയങ്ങളെയോ തിരക്കിപ്പോയ ഒരാളല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഗുരുവായൂരിൽ വരികയും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുമായി ആരോപണം ഉയർന്നപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഞാൻ ഒരു കാരണമായി തീർന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ കുറിച്ച് ആരോപണം ഉയർന്നപ്പോൾ അന്ന് വരെ ഇവരെ എതിർത്ത് നിന്നിരുന്ന അവരുടെ സമൂഹത്തിലെ ആൾക്കാരും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും, ആ ഹാൻഡിലുകൾക്കൊക്കെ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്ന ആരോപണം ഉയർന്ന ചില യൂട്യൂബുകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള യൂട്യൂബുകൾ ഇവരെ പരസ്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷം എന്റെ ഇൻബോക്സിലേക്ക് വന്ന പലരും, ഡിവൈഎഫ്ഐ ബന്ധമുള്ളവരും ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ ലോക്കൽ നേതാവ് ഒരാൾ, അയാൾ ഇവരുടെ വിഭാഗത്തിൽ തന്നെ പെടുന്ന അതേ വിഭാഗത്തിൽ പെടുന്ന ഒരാൾ, അയാൾ വന്ന് ഘോരം ഇവർക്ക് വേണ്ടി വാദിക്കുകയാണ്. ചെറുപ്പത്തിൽ ഒരു കേസ് കൊടുത്തു എന്നല്ലേ ഉള്ളൂ, അതിനെന്താണ് കുഴപ്പം എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത്. ഏതായാലും അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ സമൂഹം ഇവരെ, നമുക്കറിയാം ഈ പെൺകുട്ടികളെ പോലും പലതരത്തിലുള്ള, അവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലും അങ്ങനെ പല ഘട്ടങ്ങളിലും അവരെ ആക്രമിക്കുന്ന സമൂഹമായാണ് നമ്മൾ ഇവരെ കാണുന്നത്. പക്ഷേ പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പോൾ ഈ കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെടുന്ന ഇവർ കൃഷ്ണഭക്തയാണെന്ന് പറഞ്ഞിട്ടും ഗുരുവായൂരിൽ വന്നിട്ടും വിവിധ ക്ഷേത്രങ്ങളിൽ പോയി ആടിപ്പാടിയിട്ടും നരേന്ദ്രമോദിക്ക് പടം കൊടുക്കാനെത്തിയപ്പോഴും സുരേഷ് ഗോപിക്ക് വേണ്ടി ഇലക്ഷനിൽ കുറെ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തവർ വർക്ക് ചെയ്തു എന്നാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എങ്ങനെയാണ് ഇത്രയും വലിയ ഇടതുപക്ഷ സഹയാത്രികരായ ചില ആൾക്കാർ, അതായത് സുനിയേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഇവരെ എങ്ങനെയാണ് ഈ ഇടതുപക്ഷ ഹാൻഡിലുകൾ, ഇടതുപക്ഷ യൂട്യൂബേഴ്സ് ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ തന്നെ എന്തോ ഒരു കള്ളക്കളിയുണ്ട് എന്ന് ഞാൻ സംശയിക്കാനിടയായ സാഹചര്യം അതാണ്. കാരണം എന്തുകൊണ്ടാണ് ഇവർ ഈ മാത്രമല്ല ഇവരുടെ ഒരു വഴി വളരെ കൃത്യമാണ്. ഞാനൊരു വീഡിയോ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം അവർ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അവർ പറയുന്നത്, ഞാൻ RSS കാര്യാലയത്തിൽ പോയത് കൊണ്ടാണ് ഇപ്പോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ്. അതായത് ഉടനെ തന്നെ കുമ്മനത്തിന്റെ, ഞാൻ 2016 പോയതാണ്, കുമ്മനത്തിന്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം കാണിച്ച മാന്യതയാണ് എന്നെ RSS കാര്യാലയത്തിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഇവരോടൊപ്പം സഹകരിക്കാൻ പ്രാപ്തമാക്കിയതെന്നൊക്കെ പറയുന്നത്. അതായത് കുമ്മനം ഒരു ബ്രാൻഡാണെന്നും RSS കാര്യാലയം എന്ന് പറഞ്ഞാൽ RSSകാരുടെ വികാരങ്ങളെ മുതലെടുക്കാൻ പറ്റുമെന്നും ഒക്കെ പറയുന്ന 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുണ്ടെന്നും രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്നും അവകാശപ്പെടുന്ന ഒരു സ്ത്രീ എത്ര കൃത്യമായാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുകയും പറയുകയും ചെയ്തത്. അവിടെയും എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ അവിടെയാണ്. ആരാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു പിറകിൽ നിന്നുകൊണ്ട് ഇവരെ ഈ രീതിയിലേക്ക് നയിക്കാൻ ആരാണ് പ്രാപ്തരാക്കുന്നത്? അതൊരു സംശയം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല ഇവരുടെ ഒരു ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനാണ്. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ ശേഷമാണ്, അവിടെ ഒന്നും പോലീസുകാരോട് ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യമാണ്, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ ശേഷമാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും അവിടെ ജില്ലാശുപത്രിയിൽ എത്തുമ്പോൾ അങ്ങോട്ട് അവിടെ കിടക്കണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ കിടക്കാൻ കഴിയില്ല, അതിനുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് ഒരു ദിവസം കിടക്കാനുള്ള ശ്രമം നടത്തി വൈകുന്നേരമായപ്പോൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും ഇവർ ഇതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചാൽ തീർച്ചയായും മറ്റുള്ളവർ പേടിച്ചു പോവുകയോ അല്ലെങ്കിൽ പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെയാണ് ഇവർക്ക് ഗുണകരമായത്. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം കൂടി, സമയമുണ്ടെങ്കിൽ പറയാം, കുഴപ്പമില്ലല്ലോ. ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. എന്റെ മതമാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത്, എന്റെ മതത്തിന്റെ ഇതിൽ നിന്നുകൊണ്ട് ഞാൻ ശ്രീകൃഷ്ണന്റെ പടങ്ങൾ വരയ്ക്കുമ്പോഴാണ് അത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇവരത് കൃത്യമായി തന്നെ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. യൂസഫ് അലി കേച്ചേരി എന്ന് പറയുന്ന എഴുത്തുകാരനെ നമുക്കറിയാം. കേരളത്തിലെ നിരവധി എഴുത്തുകാർ യൂസഫ് അലി കേച്ചേരി ഒക്കെ എഴുതിയ കവിതകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെയാണെങ്കിൽ മതം ആക്രമിക്കണമെങ്കിൽ ഏത് രീതിയിൽ ആക്രമിക്കണമായിരുന്നു? അതൊക്കെ ഈ മതം എന്ന് പറയുന്നത് അവർ എടുത്തിരുന്നു. അവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അവരുടെ സഹോദരൻ കൃഷ്ണചിത്രം വരയ്ക്കുന്നത് കൊണ്ട് അവരോട് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർക്കൊരു സഹോദരനേ ഇല്ല. പിന്നീട് അവർ അത് തിരുത്തി പറഞ്ഞു, എന്റെ കസിൻ ബ്രദറാണ്. അവരുടെ അച്ഛൻ കൊടുത്ത മൊഴിയിൽ എനിക്ക് 3 പെൺകുട്ടികളാണ് എന്നാണ് ആ മൊഴിയുടെ തുടക്കം തന്നെ.
ആദ്യത്തെ കേസിൽ കൊടുത്ത മൊഴിയിൽ പറയുന്നത്. അവർക്ക് അങ്ങനെ ഒരു സഹോദരനെ ഇല്ല. അപ്പൊ വളരെ കൃത്യമായിട്ട് തന്നെ ഹിന്ദുക്കളുടെ വികാരങ്ങളെയും ഹിന്ദുക്കളുടെ അവിടെയാണ് ഞാൻ പറയുന്നത്, അവർ ചിത്രം വരയ്ക്കുന്നത് കൊണ്ടോ ചിത്രം വെക്കുന്നത് കൊണ്ടോ ഒന്നും തന്നെ ഒരു കാര്യമില്ല. ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗം നഷ്ടപ്പെടണമോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. എന്റെ ആഗ്രഹം ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി കടന്നു വരുന്ന സ്ഥലം, അതായത് നമുക്കറിയാം കേരളത്തില് പലപ്പോഴും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും CPM-കാരുമാണ് പലപ്പോഴും സ്ത്രീ വിഷയങ്ങളിലും ഇത്തരം കേസുകളിലും ഒക്കെ പെട്ടുപോകുന്നത്. അത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമം പോലും അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അത്തരത്തിലുള്ള ശ്രമം ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് അങ്ങനത്തെ പല ശ്രമങ്ങൾ, ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്ത്രീ വിഷയത്തിൽ മോശക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ഉണ്ടായത് നമുക്കറിയാം. ജനങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് നടന്നൊരു സംഭവത്തെ എങ്ങനെയാണ് അത് ക്യാരി ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ സുരേഷ് ഗോപി ആയിരുന്നു ഒരു പക്ഷേ ടാർഗറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് ഒരു 30 വർഷത്തിലേറെയായി കുമ്മനം രാജേട്ടനുമായും കേരളത്തിലെ BJP നേതാക്കന്മാരെയും ഒക്കെ അറിയുന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും ഒരു BJP നേതാക്കന്മാരെ വെച്ച് മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനോ ഞാൻ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. കാരണം എനിക്കതിന്റെ ആവശ്യമില്ല. ഏതാണ്ട് കുമ്മനം രാജേട്ടനെയൊക്കെ എനിക്ക് ഫോണിൽ വിളിച്ച് അത്രയേറെ പരിചയവും ബന്ധവും, കുമ്മനം രാജേട്ടന്റെ ശിഷ്യയായി ജേർണലിസം പോലും തുടങ്ങിയ ഒരാളാണ് ഞാൻ. അങ്ങനെ അത്രയേറെ ബന്ധവും പരിചയമുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപിയുമായി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഉടനെ റീൽസ് എടുക്കുന്നു. ഇവർ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ക്യാമറയാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാകാം. പക്ഷെ ഗുരുവായൂരിലെത്തിയാൽ ഒരു 4 വീഡിയോ, കണ്ണാ നിനക്കായി, കണ്ണാ നിന്റെ കൂടെ, അങ്ങനെ ഇങ്ങനെ നടന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുരുവായൂരിൽ തന്നെ എത്ര നല്ല മ്യൂറൽ പെയിന്റിങ് കിട്ടുന്ന സ്ഥലമാണ്, എത്ര ചിത്രകാരന്മാരുള്ള സ്ഥലമാണ്, എത്ര നന്നായി പടം വരയ്ക്കുന്നവരുള്ള സ്ഥലമാണ് കേരളം. അവിടെ എങ്ങനെയാണ് ഇവരുടെ മാത്രം ചിത്രങ്ങൾക്ക്, അതായത് ശങ്കരൻ നമ്പൂതിരിക്ക് കുട്ടിയുണ്ടായി, അതിപ്പോ മെഡിക്കൽ എത്തിക്സ് കാരണം അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല. മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായ കാര്യമാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. ഇത്തരത്തിൽ ഞാൻ എന്റെ പടം വരച്ചാൽ അല്ലെങ്കിൽ എന്റെ പടം കൊണ്ടുവച്ചാൽ എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും, ആ പടം എന്റെ പ്രശ്നമേ അല്ല, അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാകാം. പക്ഷേ അവർ കാണിക്കുന്ന തട്ടിപ്പാണ്. ഇതിലെ അവരുടെ തട്ടിപ്പ്, അതായത് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം. ഇനി അത് മാത്രമല്ല, അതിനും അപ്പുറം നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില നേതാക്കന്മാരൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് എന്നാണ്. ആ നേതാവിന്റെ പേര് ഞാനിപ്പോ പറയുന്നില്ല. അത് ചില ചാനലുകളിലേക്കും ഒക്കെ വിളിച്ച് ഓപ്പറേറ്റ് ചെയ്യുകയും ഇവരുടെ വാർത്ത കൊടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില നേതാക്കന്മാർ ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്, പല നേതാക്കന്മാരും. എന്തുകൊണ്ടാണ് അത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവർ വളരെ കൃത്യമായി ഇവരുടെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട്, നമ്മളെല്ലാം കേട്ടതാണ്, കേരളത്തിലൊരു വ്യവസായ പ്രമുഖന്റെ ഓഡിയോ പുറത്തു വന്നത്. ആ ഓഡിയോ ആരായിരിക്കും പുറത്തുവിട്ടത്? അവരും ആ വ്യവസായ പ്രമുഖരുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ. ആ ഓഡിയോ എങ്ങനെയാണ് പുറത്തു വന്നത്? ഒന്നുകിൽ അവർ വിടണം, അല്ലെങ്കിൽ ആ വ്യവസായ പ്രമുഖൻ വിടണം. ഏതായാലും അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുമാത്രമല്ല, ആ ഓഡിയോ കൃത്യമായി കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വ്യവസായ പ്രമുഖൻ ആരാണെന്ന് ഈ ഓഡിയോ കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മനസ്സിലാകുന്ന രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആ ഓഡിയോ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നൊക്കെ അവരുടെ കള്ളത്തരം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴും ഇത് മനസ്സിലാകാത്ത, ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത ചില ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ നമുക്ക് തിരുത്താൻ സാധ്യമല്ല. എന്റെ തന്നെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് കുശുമ്പാണ്, കുന്നായ്മയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് കുശുമ്പ്, ഇത്തരത്തിലുള്ള ആൾക്കാരോടൊക്കെ എന്ത് കുശുമ്പാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ആരോ ഒരാളെന്ന് എഴുതിയിട്ടുണ്ട്, നരേന്ദ്രമോദിയുടെ അടുത്തേക്കൊക്കെ എത്താൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. എനിക്ക് എത്താവുന്ന സാഹചര്യങ്ങളുള്ള ഒരാളാണ് ഞാൻ. നരേന്ദ്രമോദി എന്നല്ല, അത്യാവശ്യം ആൾക്കാരിലേക്കൊക്കെ എത്താൻ കഴിവുള്ള സാഹചര്യങ്ങളുള്ള ഒരാളാണ് ഞാൻ. അത് ഇന്നു മുതലല്ല, പണ്ട് മുതലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.